ഇവിടെ സെക്യൂരിറ്റി ഉണ്ട്, എല്ലാം സെക്യൂർ ആണ് എന്ന് കരുതി വന്ന ആളുകൾ അതിൽ കൊല്ലപ്പെട്ടു എന്ന വിഷമം അവർ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ മുമ്പിൽ നേരിട്ട് പറയുന്നത് നമ്മൾ കേട്ടു. ഒന്നാമത്തെ കാര്യം. രണ്ട്, പലപ്പോഴും നിങ്ങളെ കേന്ദ്ര സർക്കാരിനെ അനുകൂലിക്കാറുള്ള GD ബക്ഷി അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ള ചില ആരോപണങ്ങളുണ്ട്. സെക്യൂരിറ്റിയുടെ കാര്യത്തിൽ വരുന്ന ലാപ്സസ്, റിക്രൂട്ട്മെന്റിന്റെ കാര്യത്തിൽ ആർമി റിക്രൂട്ട്മെന്റ് കുറയുന്നത്, അങ്ങനെ ഇത് വലിയ തോതിൽ നമ്മൾ ഇതിനൊക്കെ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയിട്ട് എടുക്കുന്നതുകൊണ്ട് കാശ്മീരിൽ നോർമൽസി വന്നു, ഇനി ഒരു കുഴപ്പമില്ല, ഇവിടെ ഇനി ഒരു കുഴപ്പമില്ല എന്നുള്ള മട്ടിൽ ഡീൽ ചെയ്തതിന്റെ ഒക്കെ പ്രശ്നമുണ്ടെന്ന് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പലരും. ഞാൻ അതിൽ ഓരോന്നോരോന്നായിട്ട് വരാം. എനിക്ക് പറയാനുള്ള സമയം തന്നാൽ മതി അഭിലാഷ്. ഈ അവിടെ മരിച്ച നമ്മുടെ ഇന്ത്യക്കാരുടെ മൃതദേഹം മുഴുവൻ സംസ്കരിച്ചു കഴിഞ്ഞിട്ടില്ല. ദുഃഖം പേറിക്കൊണ്ട് നിൽക്കുന്ന അനവധി കുടുംബങ്ങൾ നമ്മുടെ മുമ്പിൽ ഇപ്പോഴുമുണ്ട്. അതിനു മുമ്പ് ഇത്തരം ഒരു രാഷ്ട്രീയ വിമർശനവുമായിട്ട് കോൺഗ്രസ്സുകാർക്ക് മാത്രമേ വരാൻ കഴിയുള്ളൂ. അവർക്കതിനുള്ള അവകാശം ഉണ്ടായിരിക്കും, രാഷ്ട്രീയമായ അവകാശം ഉണ്ടാകുമായിരിക്കും. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, അവിടെ കാശ്മീരിലെന്നല്ല, ഇത്തരം സംഭവങ്ങൾ എവിടെ ഉണ്ടായാലും സുരക്ഷാപരമായിട്ടുള്ള എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കാൻ അതിനുള്ള സംവിധാനം രാജ്യത്തുണ്ട്. ഒരാളെയും ഈ ഗവൺമെൻറ് സംരക്ഷിക്കാൻ പോകുന്നില്ല. അതിന് പോരായ്മകളുണ്ടെങ്കിൽ, പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കാൻ ഒരു മെക്കാനിസം ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്കുണ്ട്, നമ്മുടെ ഇൻ്റലിജൻസ് ഏജൻസീസിനുണ്ട്, നമ്മുടെ സുരക്ഷാ സേനകൾക്കുണ്ട്, എല്ലാവർക്കുമുണ്ട്. ദേ വിൽ ഡു ഇറ്റ്. അവരതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകും. 48 മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് ഇത്തരം കാര്യങ്ങളിൽ തീർപ്പ് കൽപ്പിക്കണം എന്നുള്ള വാദഗതി ഉന്നയിക്കുന്നത് തികച്ചും ബാലിശമാണ്, രാഷ്ട്രീയ പ്രേരിതമാണ്, രാജ്യദ്രോഹത്തിന് തുല്യമായിട്ട് പോലും വീക്ഷിക്കപ്പെടും. ഞാൻ അത്തരം ഒരു ആരോപണം ഉന്നയിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഒരു കാര്യം കൂടി ഇതിൻ്റെ ഒപ്പം ഉന്നയിക്കാനുണ്ട് എനിക്ക്. ഇത് പറയുന്നത് കോൺഗ്രസിൻ്റെ നേതാവാണ്. അവരുടെ കാലത്താണ് മുംബൈയിൽ ഭീകരാക്രമണം ഉണ്ടായത്. അന്ന് രാത്രി ഇവരുടെ നേതാവ് രാഹുൽ ഗാന്ധി എവിടെയോ റിസോർട്ടിൽ പോയി രാത്രി എന്താ ചെയ്തിരുന്നെന്നുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതാണ് കോൺഗ്രസിന്റെ പാരമ്പര്യം. ബോംബെയിലെ ഭീകരാക്രമണം ഉണ്ടായപ്പോൾ ദിഗ്വിജയ് സിംഗ് വന്നിട്ട് പറഞ്ഞത് എന്താ? പാകിസ്ഥാനിലെ ഭീകരന്മാരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇത് ഹിന്ദു ടെററാണെന്ന് ആരോപിച്ചതാരാ? ദിഗ്വിജയ് സിംഗ് അല്ലേ? ഇന്നും ആ ദിഗ്വിജയ് സിംഗ് രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസിൻ്റെയും നേതാവല്ലേ? മൂന്നാമത്തെ ഒരു കാര്യം, അത് ഹിന്ദു ടെററാണ്. പിന്നെ സിയാച്ചിൻ, അതിനുശേഷമാണ് ഇത്തരം വലിയ ഭീകരാക്രമണം ഉണ്ടായതിനു ശേഷമാണ് ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി ചേർന്നിട്ട് സിയാച്ചിൻ പാകിസ്ഥാന് വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചത്, ചൈനയുടെ പ്രേരണയ്ക്ക് പുറത്ത്. അതെങ്ങനെയാണ് ആ തീരുമാനം ഇല്ലാതായത് എന്നുള്ളത് പബ്ലിക് ഡൊമൈനിലുണ്ട്. നാലാമത്തെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ ബോംബെ ഭീകരാക്രമണത്തിന് ശേഷം ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി കൂടി നമ്മുടെ AK ആന്റണിയും മൻമോഹൻ സിംഗും ഒക്കെ ഉണ്ട്. അവരെന്താ അന്ന് അവരുടെ സൈനിക മേധാവികൾ എന്താ പറഞ്ഞ്? ഇതിന് തിരിച്ചടി കൊടുക്കണം, ഇത് ഇന്ത്യയുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന നടപടിയാണ്, ഇതിന് മറുപടി കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഈ കോൺഗ്രസ്സുകാരെന്താ ചെയ്തത്? മിണ്ടാതെ ഉറക്കം തൂങ്ങി നമ്മൾ പ്രതികരണത്തിന് പോകേണ്ടതില്ല എന്നൊരു നിലപാടെടുക്കുകയല്ലേ ചെയ്തത്. അന്നും ഇവരെ സ്വാധീനിച്ചത് പാകിസ്ഥാൻ്റെ ജന്മിയായിട്ടുള്ള ചൈനയാണ്. കാരണം ചൈനയുമായിട്ട് കരാർ ഒപ്പിട്ടിട്ടാണ് ഇവർ ഇന്ത്യയെ ഭരിക്കാൻ തുടങ്ങിയത്. ഇന്ത്യയിൽ ഇപ്പോഴും രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്. അത്രയ്ക്ക് തരം താണ രാഷ്ട്രീയമാണ് കോൺഗ്രസ്സുകാർ ഇവിടെ പിന്തുടരുന്നത്. അതിൻ്റെ പുതിയ അവതാരമാണ് ഇപ്പോൾ. ഞങ്ങളൊരു കാര്യം കൂടി ആവർത്തിക്കാം, ഏത് സുരക്ഷാ വീഴ്ച ഉണ്ടെങ്കിലും അത് അന്വേഷിക്കും. കാർഗിൽ യുദ്ധം ഉണ്ടായപ്പോൾ വീഴ്ച ഉണ്ടായെന്ന് ഞങ്ങൾക്ക് ബോധ്യമായി. ഞങ്ങൾ സുബ്രഹ്മണ്യം കമ്മിറ്റിയെ വെച്ചു, വാജ്പേയിയുടെ ഗവൺമെൻറ്റാണ്. അതിനുശേഷം വന്ന റിപ്പോർട്ടുകൾ നടപ്പിലാക്കിയിട്ടുണ്ട്. ഇവിടെ ഓരോരോ പ്രശ്നവും നടപ്പിലാക്കിയിട്ടുണ്ട്. ഓരോരോ വിഷയത്തിലും അതിൻ്റെ ഇമ്പാക്റ്റും ഉണ്ട്. കോൺഗ്രസ്സുകാരെയും UPA ഭരിക്കുന്ന കാലത്താണ് സൈനികൻ്റെ തല വെട്ടിക്കൊണ്ട് പോയി. ഇവരനങ്ങിയോ? ശരി, ഇവര് മന്ത്രം ജപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നില്ലേ ഡൽഹിയിൽ? ഞങ്ങൾ അങ്ങനെയല്ല. പുൽവാമ ഉണ്ടായപ്പോൾ, ഉറി ഉണ്ടായപ്പോൾ ഞങ്ങൾ തിരിച്ചടി കൊടുത്തിട്ടുണ്ട്. അത് ഞങ്ങളുടെ സംസ്കാരമാണ്, ഭാരതത്തിന്റെ സംസ്കാരമാണ്. അത് കോൺഗ്രസ്സുകാർക്ക് ഇന്നില്ലാതെ പോയി. അതാണ് പ്രശ്നം. ശരി, രാജു പി നായർ മറുപടി. അഭിലാഷേ, ഒന്ന് ഇത് ഉന്നയിച്ച ഞാൻ സത്യം പറഞ്ഞാൽ ഇതിനകത്ത് ഇന്നലത്തെ ചർച്ചയിൽ പങ്കെടുത്തപ്പോഴും ഇന്നും ഇതിനെ സംബന്ധിച്ച് എപ്പോഴാണ് വിമർശനം ഉന്നയിക്കേണ്ടതെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും കേരളത്തിലെ BJPയുടെ അധ്യക്ഷൻ
രാജീവ് ചന്ദ്രശേഖർ തന്നെ സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ ഇതിനെ സംബന്ധിച്ച് വിമർശിക്കേണ്ട സമയമായി എന്നുള്ള ബോധ്യത്തിലാണ് ഞാൻ ആദ്യമായിട്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നത്. അതുകൊണ്ട് അങ്ങേക്ക് സമയത്തെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ ആദ്യം പോയി രാജീവ് ചന്ദ്രശേഖരോട് പറയുക. ഒന്ന്. രണ്ടാമത്തെ കാര്യം, UPA ഗവൺമെന്റ് കാലത്ത് മുംബൈ ആക്രമണം ഉണ്ടായി. ആ മുംബൈ ആക്രമണത്തിൽ ഉൾപ്പെട്ടവരെ ഞാൻ പറഞ്ഞതിന് ശേഷം അങ്ങ് പറഞ്ഞപ്പോ ഉണ്ടായിരുന്നല്ലോ, അങ്ങ് UPA ഗവൺമെന്റ് കാലത്ത് മുംബൈ ആക്രമണം ഉണ്ടായി. മുംബൈ ആക്രമണം ഉണ്ടായിരുന്ന അജ്മൽ കസബിനെ ഉൾപ്പെടെ തൂക്കിക്കൊന്നൊരു ഗവൺമെന്റാണ് മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റ്. എന്ന് മാത്രമല്ല അതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള തെളിവുകൾ ഉൾപ്പെടെയുള്ള ഡോസിയർ ഉണ്ടാക്കി അന്താരാഷ്ട്ര സമൂഹത്തെ പാകിസ്ഥാന്റെ അതിനകത്തുള്ള പങ്കാളിത്തം ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു. ഡേവിഡ് ഹെഡ്മാൻ കോളനി അതുപോലെ തന്നെ തഹാവൂർ റാണെ ഉൾപ്പെടെ നമുക്ക് വിട്ടുകിട്ടുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ തുടങ്ങി. അതെല്ലാം ചെയ്തതിനു ശേഷമാണ് UPA ഗവൺമെന്റ് പോകുന്നത്. 9 വർഷം എടുത്തില്ലേ ആ തഹാവൂർ റാണെ വിട്ടുകിട്ടാൻ പോലും, അതുപോലും പരാജയപ്പെട്ടില്ലേ? ഒന്ന്. രണ്ട്, പുൽവാമ ആക്രമണം ഉണ്ടായി. പുൽവാമ ആക്രമണത്തിൽ സുരക്ഷാ വീഴ്ച ഉണ്ടായല്ലോ. ആ സുരക്ഷാ വീഴ്ച ഉണ്ടായ ആക്രമണത്തിന് എന്ത് നടപടിയെടുത്തു? നമുക്ക് എന്ത് ബോധ്യം വന്നിട്ടുണ്ട്? ആര് അതിനകത്ത് ഉത്തരവാദിത്വം എടുത്തു? രാഷ്ട്രീയ ഉത്തരവാദിത്വം മാറ്റിവെക്ക്. അതൊന്നും നമ്മൾ ഇവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ ഇതിനകത്ത് പോലും എന്തുണ്ടായി? ഒരു SP അല്ലേ ഇതിനകത്തുള്ള കുറ്റവാളികളെ പോലും വീട്ടിൽ താമസിപ്പിച്ചത്? അദ്ദേഹം പോലും ഈ BJPയുടെ പല കേസുകളിൽ പിന്നീട് വന്നു പെട്ടിട്ടുണ്ടല്ലോ. ആ പുൽവാമ ആക്രമണത്തിൽ സർക്കാരിന്റെ ഒരു മാനസികാവസ്ഥ എന്തായിരുന്നു എന്നുള്ളത് പിന്നീട് ഇപ്പോഴും BJPയിലുള്ള നമ്മുടെ സത്യേന്ദ്രപാൽ വരെ പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ വിമർശിക്കുന്ന കാര്യം, ബോംബെ ആക്രമണം നടക്കുമ്പോൾ താജ് ഹോട്ടലിന് മുമ്പ് നിന്നുകൊണ്ട് രാഷ്ട്രീയ ആരോപണം നടത്തിയ ആളാണ് ഈ നരേന്ദ്രമോദി, ഇല്ലേ? നിങ്ങളൊന്നും ഞങ്ങളെ സമയമൊന്നും പഠിപ്പിക്കരുത്. ഈ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കച്ചിൽ നിന്നുകൊണ്ട് കിലോമീറ്ററുകൾ അപ്പുറം നിന്നുകൊണ്ട് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ആക്ഷേപിക്കാൻ ഉപയോഗിച്ച വാക്കുകൾ എടുത്തുകൊണ്ട് കോൺഗ്രസിനെ ആക്രമിച്ച ജനാധിപത്യ വിരുദ്ധൻ, ദേശവിരുദ്ധനാണ് നരേന്ദ്രമോദി. നിഷേധിക്കാൻ കഴിയുമോ നിങ്ങൾക്ക്? അതുകൊണ്ട് ഞങ്ങളെ രാജ്യസ്നേഹമൊന്നും പഠിപ്പിക്കാൻ വരരുത്. നിങ്ങൾ ഉറിയും പത്താൻകോട്ടും ഇന്ത്യയുടെ ആർമി ബേസിനകത്ത് പാകിസ്ഥാൻ കയറി ആക്രമിച്ച ചരിത്രം മുൻപുണ്ടായിട്ടുണ്ടോ? നിങ്ങൾ ഭരിക്കുമ്പോഴല്ലേ 2 പ്രാവശ്യം നമ്മുടെ പാർലമെന്റ് ആക്രമിക്കപ്പെട്ടത്? ഉറിയും പാകിസ്ഥാനും പത്താൻകോട്ടും ആക്രമണം നടന്നിട്ട് എന്ത് തിരിച്ചടി കൊടുത്തു? പാകിസ്ഥാന്റെ ISIക്ക് അന്വേഷണം നടത്താൻ നമ്മുടെ ആർമി ബേസ് തുറന്നിട്ട് കൊടുത്തവരാണിവർ. അത്രമാത്രം മണ്ടത്തരം കാണിച്ചവരാണിവർ, ഇല്ലേ? പുൽവാമ ഉണ്ടായി, ആരെ ആക്രമിച്ചു? ഈ ലോകത്തിന് ഒരാൾക്ക് പോലും ഇന്ന് വരെ അവിടെ ഒരു പൈൻമരം കത്തിപ്പോയതുപോലെ സംബന്ധിച്ചറിയില്ല. ഈ രാജ്യത്ത് ലോകത്ത് അങ്ങനെയൊന്നും മറച്ചു വെക്കാൻ കഴിയില്ലല്ലോ. നിങ്ങൾ ഉണ്ടാക്കുന്ന രാഷ്ട്രീയമായ മുദ്രാവാക്യങ്ങൾ ഉണ്ടോണ്ട് ദേശസുരക്ഷയെ നിങ്ങൾ മറച്ചു വെക്കുക. നിങ്ങൾ ചോദ്യം ചോദിക്കാൻ പാടില്ല എന്ന് പറയുന്നു. നിങ്ങളോട് ചോദ്യം ചോദിക്കും. ഞങ്ങൾ 26 മനുഷ്യരാണ് കൊല്ലപ്പെട്ടത്. ആ 26 മനുഷ്യർ കൊല്ലപ്പെട്ടിട്ട് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി നേരിട്ടുള്ള നിയന്ത്രണത്തിലല്ലേ? നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള സ്ഥലത്ത് എന്തുകൊണ്ട് സൈന്യത്തെ കുറച്ചു എന്നുള്ള ചോദ്യത്തിന് പോലും മറുപടി പറയാൻ തയ്യാറാണോ? രാഷ്ട്രീയമായിട്ട് ഇതിനു മുമ്പ് UPA വഹിക്കുമ്പോൾ ആഭ്യന്തരമന്ത്രി രാജിവെച്ചല്ലോ. അവരുടെ രാജി നിങ്ങൾ പോയിട്ടുണ്ടല്ലോ. ആ രാഷ്ട്രീയ ഉത്തരവാദിത്തം എടുത്തുകൊണ്ട് അമിത്ഷാ രാജിവെക്കാൻ തയ്യാറാണോ? അവിടുത്തെ ലഫ്റ്റനന്റ് ഗവർണറുടെ കീഴിലല്ലേ? കേന്ദ്ര സർക്കാരിന്റെ കീഴിലല്ലേ? നിങ്ങൾ പിന്നെ ആരോടാ ഇനിയിപ്പോ ചോദിക്കുന്നത്? ആദ്യം അതിനുള്ള രാഷ്ട്രീയ മര്യാദ കാണിക്കണം. ഞങ്ങൾ ആ രാഷ്ട്രീയ മര്യാദ കാണിച്ചു നിന്നവരാണ്. ഞങ്ങൾ ഇന്നാണ് അതിനെ സംബന്ധിച്ച് ചോദ്യങ്ങൾ ഉയർത്തുന്നത്. ആ ചോദ്യങ്ങൾ ഉയർത്തുമ്പോൾ ഞങ്ങളെ ദേശദ്രോഹികളായിട്ട് പ്രഖ്യാപിക്കുന്ന നിങ്ങളുടെ സ്ഥിരം പരിപാടി എടുത്തുകൊണ്ട് വന്നാൽ ജനങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം ആരാണ് ദേശദ്രോഹികൾ, ആരാണ് പാകിസ്ഥാനൊപ്പം കൂടിയത്. ആ UPA ഗവൺമെന്റ് സമയത്തുണ്ടായിരുന്ന ആക്രമണത്തെ പാകിസ്ഥാനെതിരെ മാറ്റിവെച്ചെടുത്ത് പോയി ക്രിസ്മസ് ബർത്ത്ഡേ സെലിബ്രേഷൻ നടത്തിയത് ആരാ? ഞങ്ങളാണോ? നരേന്ദ്രമോദിയല്ലേ പോയി കേക്ക് കെട്ട് ആഘോഷിച്ചത്, ഇല്ലേ? കേക്ക് മുറിച്ച് ആഘോഷിച്ചില്ലേ? ഈ രാജ്യത്തിന്റെ ആത്മാഭിമാനത്തെ പണയപ്പെടുത്തി ചൈനയിൽ പോയി ഊഞ്ഞാലാടി, ചൈനയിൽ പ്രസിഡന്റ് കൊണ്ട് ഊഞ്ഞാലാടിയാരാ? നമ്മുടെ കിലോമീറ്ററുകൾ കയ്യേറി നിൽക്കുമ്പോ, ഇല്ലേ? എന്നിട്ട് ചൈനയ്ക്കെതിരെ പോലും നടപടിയെടുക്കാൻ കഴിയാതെ നമ്മൾ അവരുടെ മുന്നിൽ ചെറുതാണ്, അത് വലിയൊരു രാജ്യമാണ്, അവർക്കെതിരെ യുദ്ധം ചെയ്യാൻ കഴിയില്ല എന്ന് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി പറയുകയാണ്. ഏത് രാജ്യത്തിന്റെ ആത്മാഭിമാനത്തെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത്? ഈ ഇടവേള അത്യാവശ്യമാണ്, അതിനുശേഷം ചർച്ച തുടരാം. ഇത് പക്ഷേ കേവല രാഷ്ട്രീയ ആരോപണങ്ങളെക്കാൾ ഗൗരവമുള്ള രാജ്യം ഒറ്റയ്ക്ക് നിൽക്കേണ്ട ഒരു സന്ദർഭം കൂടിയാണെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ഇടവേളയ്ക്ക് ശേഷം നമുക്ക് മടങ്ങിയെത്താം.